ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെല്ലാം ജീവിക്കുന്നത് എന്ത് സുഖ സൗകര്യത്തോടെയാണല്ലേ? എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആരും ചോദിക്കാനില്ല. ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എന്ത് വേണമെങ്കിലും നല്ല ഫുഡുകൾ കഴിക്കാം, അങ്ങനെയൊക്കെ അല്ലേ? നമ്മൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മാത്രം മതി അല്ലേ? വേറെ തെറ്റ് കുറ്റങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ. പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ഓരോ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോകുന്നവരുടെ അവസ്ഥ? അവരൊരു തടവറയിൽ ഇങ്ങനെ കിടക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, എന്നിട്ട് ആ തെറ്റ് ചെയ്യാതിരുന്നെങ്കിൽ എന്നവർ ആലോചിക്കുന്ന ഒരു ടൈം അല്ലേ? പക്ഷെ അവർ എങ്ങനെയോ ഇപ്പം മദ്യത്തിന് അടിമപ്പെട്ടും ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ചിന്തിക്കുന്നതിന് മുന്നേ അത് ചെയ്ത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിരിക്കും അല്ലേ? അതിലൂടെയാണ് നമ്മളെല്ലാം ഓരോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ജയിലിലോട്ട് പോകുന്നത്. അവിടെ പോയാൽ കിട്ടുന്ന എന്താണ്? ലിമിറ്റഡ് ഫുഡ്, പിന്നെ നേരെ തടവിലായി നമ്മളവിടെ കിടക്കും ഒരു ചെറിയൊരു റൂമിൽ അല്ലേ? അപ്പം ആ ഒരു ജീവിതം വേണോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിക്കേണ്ടത്. എന്തെങ്കിലും ദേഷ്യം വരുമ്പം, ഇപ്പം ഭാര്യയുടെ അടുത്തായാലും അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ കൂടി നിന്നിട്ട് മദ്യപാനത്തിലൂടെയൊക്കെ വരുമ്പോഴും പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കുക. ഒരു 2 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് മാറി ഒന്ന് ചിന്തിക്കൂ. ഇപ്പം ദേഷ്യം വന്നാൽ പോലും കൈപൊക്കിയാൽ അടിക്കരുത്. അതൊന്ന് ഇപ്പം പലയിടത്തും കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കും, എന്നിട്ട് മദ്യലഹരിയിലായിരിക്കും. ഇന്ന് രാത്രി ഒരു കൊലപാതകം നടന്നെങ്കിൽ നാളെ രാവിലെ അവൻ നോർമലാകുമ്പോൾ നിന്ന് കരയായിരിക്കും ചെയ്യുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ക്രൈം നടന്നു കഴിഞ്ഞല്ലേ? അപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒന്ന് ആലോചിക്കൂ. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഇപ്പം ഇന്ന് തന്നെ നമ്മളൊരു വാർത്ത കേട്ടില്ലേ? ഒരു ഭാര്യയും 2 പിള്ളേരും ഭാര്യ എല്ലാം ഉള്ള ഒരാൾ ഒരു സുഖത്തിന് വേണ്ടിയും എന്തൊക്കെ വേറെ ഒരു കാമുകിയെ തേടിപ്പോയി. ലാസ്റ്റ് നമ്മളൊരാളെ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ടായിരിക്കും ഒരിടത്ത് വീട്ടിൽ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ചെറിയൊരു വഴക്ക് വരുമ്പോൾ മറ്റൊരാളെ തേടിപ്പോവും അവിടെ എന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. ആ ആളെപ്പറ്റി പെട്ടെന്ന് കണ്ട് നമ്മൾ ഒരാൾ പരിചയപ്പെടുന്നതാണ്, അതിലെന്തൊക്കെയോ കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? അവരടുത്ത് പോയി അവിടെ നിന്ന് എന്തൊക്കെയോ കിട്ടും, ഇനിഷ്യലി കിട്ടിയിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? അവരെങ്ങനെയുള്ള ക്യാരക്ടറെന്ന്. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ടും അപ്രോച്ച് ചെയ്യുന്നത്, പക്ഷെ അവരെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? പെണ്ണായാലും ആണായാലും